നമസ്കാരം. സക്സസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മാത്സിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അത് 2018 നടന്നൊരു എക്സാമിൻ്റെയാണ്. കമ്പനി ബോർഡ് കോർപ്പറേഷൻ അസിസ്റ്റൻറ്റ് തസ്തികയിലേക്ക് വിളിച്ച PSCയിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സിംപ്ലിഫിക്കേഷനിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ നമുക്ക് ഡെസിമൽ പോയിൻറ്റ്സ് വന്നിട്ടുള്ള വാല്യൂസ് ആണല്ലേ. സോ ആദ്യം നിങ്ങൾ എത്ര ഡെസിമൽ പോയിൻറ്റ്സ് കഴിഞ്ഞിട്ടുള്ള വാല്യൂസ് ഉണ്ടെന്ന് നോക്കി. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് 2.6 ഇൻറ്റു 0.38 ഇൻറ്റു 2.50 ആണ്. ഡിവൈഡഡ് ബൈ 0.13 ഇൻറ്റു 0.19 ഇൻറ്റു 0.5 ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, ഡെസിമൽ കഴിഞ്ഞിട്ട് എത്ര ആൾക്കാരുണ്ടെന്ന് നോക്കി. 1, 2, 3, 4, 5. ഇവിടെ 5 ആൾക്കാരുണ്ട്. അതുപോലെ 1, 2, 3, 4, 5. ഇവിടെയും 5 ആൾക്കാരുണ്ട്. സോ എന്ത് ചെയ്യുക, ഡെസിമൽ പോയിൻറ്റ്സ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ 5 ഡെസിമൽ പോയിൻറ്റ്സ് ഒഴിവാക്കണം. സോ 10 താഴെയും 5 ഡെസിമൽ പോയിൻറ്റ് ഒഴിവാക്കണം. സോ മുകളിലും താഴെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 10⁵5 ഡിവൈഡ് ബൈ എന്ത് ചെയ്യുക, 10⁵5. ഓക്കെ, സോ സ്വാഭാവികമായിട്ടും എല്ലാ ഡെസിമൽ പോയിൻറ്റ്സും പോയി. നമുക്ക് എങ്ങനെയായിരിക്കും കിട്ടുന്നത്, 26 ഇൻറ്റു 38 ഇൻറ്റു 250 ഡിവൈഡഡ് ബൈ 13 ഇൻറ്റു 19 ഇൻറ്റു 5 എന്നുള്ള രീതിയിൽ കിട്ടും. ക്ലിയർ? കാരണം എന്താ, ഡെസിമൽ പോയിൻറ്റ്സ് ഒഴിവാക്കാൻ വേണ്ടി ഞാൻ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇനി നോക്കിയിട്ട് മോനെ, 13 മൾട്ടിപ്പിൾ ആണ് ഈ 26 എന്ന് പറയുന്നത്. 26 എത്ര ടൈംസ് പോവും, 2 ടൈംസ് പോവും. 19 38 എത്ര ടൈംസ് പോവും, 2 ടൈംസ് പോവും. ഇനി നോക്കിയേ, 5 25 എത്ര ടൈംസ് പോവും, 5 ടൈംസ് പോവും. നമുക്ക് ഇവിടെ എത്ര കിട്ടും, 50 എന്ന് പറഞ്ഞ് കിട്ടും. ഇസ്ൻ്റ് ഇറ്റ് സോ? ഓക്കെ, 2 ഇൻറ്റു 50 എത്ര കിട്ടും, 2 ഇൻറ്റു 50 നമുക്ക് എത്ര കിട്ടും, 100 കിട്ടും. 100 ഇൻറ്റു 2 നമുക്ക് എത്ര കിട്ടും, 200 കിട്ടും. സോ ആൻസർ വിൽ ബി 200. ക്ലിയർ ആയോ? സിമ്പിളാണ്. സോ ആദ്യമേ ഇങ്ങനത്തെ വരുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഡെസിമൽ പോയിൻറ്റ്സ് ഒഴിവാക്കുക. ഓക്കെ, ഇനി സപ്പോസ് ഇവിടെ 6 ഡെസിമൽ പോയിൻറ്റ്സ് ഉണ്ട്, ഇവിടെ 5 ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, 10⁶6 ഇൻറ്റു 10⁶6 ചെയ്യുക. ഓക്കെ, അപ്പോൾ താഴെ എന്ത് ചെയ്യും, ഒരു 0 എക്സ്ട്രാ ആയിട്ട് വരും. ക്ലിയർ? ശരി, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നേ നോക്കിയേ, നമുക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഒന്ന്, a⁻m ഇൻറ്റു a⁻n എന്ന് പറഞ്ഞാൽ എന്താണ്, a⁻m+n ആണ് അല്ലേ. ഇസ്ൻ്റ് ഇറ്റ് സോ? അതുപോലെ ബേസ് രണ്ടിൻ്റെ ഡിഫറെൻ്റ് ആണെങ്കിലോ, നോക്കിയേ, a⁻m ഇൻറ്റു b⁻m ആണെങ്കിൽ നമുക്കിതിനെ എങ്ങനെ എഴുതാം, ab, അതായത് a ഇൻറ്റു b all⁻m എന്ന് എഴുതാം. തിരിച്ചും നമുക്ക് എഴുതാം, അതായത് ab all⁻m ആണെങ്കിൽ നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം, a⁻m ഇൻറ്റു എന്താ, b⁻m. ക്ലിയർ? ശരി, നമുക്കിത് എങ്ങനെയാണെന്ന് നോക്കാം. നോക്കി, ഇവിടെ 6ൻ്റെ പവർ 0.75 ആണ്. ഇവിടെ എന്താ, 7⁻0.75 ആണ്. ഇസ്ൻ്റ് ഇറ്റ് സോ? രണ്ടിൻ്റെയും എന്താണ്, ബേസ് ഡിഫറെൻ്റ് ആണ്. ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6ഉം 7ഉം ആ ഡിഫറെൻ്റ് ആണ്. പക്ഷേ എന്താ, പവർ രണ്ടിൻ്റെ സെയിം ആണ്. സോ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, 6 ഇൻറ്റു 7 0.75 എന്ന് ഇരിക്കൂടെ. നമുക്ക് എത്ര കിട്ടും, 6 ഇൻറ്റു 7 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 42 ആണ്. 42⁻0.75 എന്നുള്ള രീതി കിട്ടും. ഇസ്ൻ്റ് ഇറ്റ് സോ? ഇൻറ്റു 42⁻0.25 എന്ന് പറഞ്ഞ് കിട്ടും. ക്ലിയർ? ഇവിടെ നോക്കിയേ, നമുക്ക് 42 രണ്ടിൻ്റെ പവർ എന്താണ്, ഡിഫറെൻ്റ് ആണ്, പക്ഷേ ബേസ് സെയിം ആണ്. ബേസ് സെയിം ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം, പവേഴ്സ് ആഡ് ചെയ്ത് എഴുതാം അല്ലേ. ഓക്കെ, സോ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, 42⁻0.75 + 0.25 എത്രയാണ് മോനെ, 1. സോ ആൻസർ വിൽ ബി 42. ക്ലിയർ? ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരിക. നമുക്ക് നോക്കാം. ഓക്കെ, സോ ആൻസർ വിൽ ബി 42. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, ഇഫ് ദ പെരിമീറ്റർ ഓഫ് എ ക്യൂബ് ഈസ് 40 സെൻറ്റിമീറ്റർ, ഇറ്റ്സ് ഏരിയ. ഓക്കെ, ഇവിടെ തന്നിരിക്കുന്നത് എന്താ, ഒരു ക്യൂബിൻ്റെ പെരിമീറ്റർ ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താണ്, എല്ലാ സൈഡും എന്താ, ഈക്വൽ ആണ്. ഇസ്ൻ്റ് ഇറ്റ് സോ? സോ ഒരു ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്ത്, 3 ഡയമെൻഷണൽ ഫിഗർ ആണല്ലേ. ഓക്കെ, സപ്പോസ് ഒരു ക്യൂബ് ഞാൻ വരയ്ക്കുവാണ്, ഇങ്ങനെ ആയിരിക്കും ക്യൂബ് ഇരിക്കുന്നത്. ഇസ്ൻ്റ് ഇറ്റ് സോ? ഈ ക്യൂബിൻ്റെ പ്രത്യേകത എന്താണ്, 3 ഡയമെൻഷനൽ ആണ്. അതിന് എത്ര സൈഡ് ഉണ്ടാവും, 6 സൈഡ് ഉണ്ടാവും. 6 എന്ത് തന്നെയായിരിക്കും, സ്ക്വയർ ഷേപ്പിലായിരിക്കും ഇരിക്കുന്നത്. ഇസ്ൻ്റ് ഇറ്റ് സോ? സോ ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് നമുക്ക് എത്രയായിരിക്കും വരുന്നത്, ഞാൻ പറഞ്ഞു ഒരു സൈഡ് എന്ന് പറഞ്ഞത് എന്താ, സ്ക്വയർ ഷേപ്പാണ്. ഇപ്പോൾ സപ്പോസ് ഇതിൻ്റെ ലെങ്ത് a ആയിട്ടാണ് ഞാൻ എടുക്കുന്നതെങ്കിൽ ആ ഒരു സ്ക്വയർ ഷേപ്പിൻ്റെ ഒരു സ്ക്വയർ സൈഡിൻ്റെ ഏരിയ എത്രയായിരിക്കും,
എ സ്ക്വയർ ആയിരിക്കും. ഇറ്റ് സോ അങ്ങനെ 6 എണ്ണം കൂടി ചേരുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ക്യൂബ് കിട്ടുന്നത്. അപ്പം അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടും? 6 എ സ്ക്വയർ ആയിരിക്കും വരുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ പെരിമീറ്റർ നോക്കിയോ മോനെ. ഇപ്പോൾ ഇവിടെ നോക്കിയേ, ഈ ഒരു സ്ക്വയർ ഷേപ്പിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടും? 4 സൈഡുള്ളതുകൊണ്ട് 4A എന്ന് പറഞ്ഞ് കിട്ടും അല്ലേ. അതുപോലെ ഈ ബാക്കിൽ ഈ സ്ക്വയറിൻ്റെയും കിട്ടും 4A എന്ന് പറഞ്ഞ് കിട്ടും. അപ്പോൾ മൊത്തം എത്ര? 8A. ഇനി നോക്കിയേ, ഇത് ഈ ലെങ്ത്ത് ഈ ലെങ്ത്ത് ഈ ലെങ്ത്തും കൂടി ചേരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ടോട്ടൽ പെരിമീറ്റർ കിട്ടുന്നത്. ഇറ്റ് സോ ടോട്ടൽ നമുക്ക് എത്ര കിട്ടും? ഇവിടെ 4A, ഇവിടെ 4A, 8A, 9A, 10A, 11A, 12A. സോ ഇതിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടും? 12A. ഓക്കെ, ശരി. നമുക്കിവിടെ പെരിമീറ്റർ തന്നിരിക്കുന്നത് എത്രയാണ്? 12A എന്ന് പറയുന്നത് എത്രയാണ്? 40 ആണ് തന്നിരിക്കുന്നത്. 4 രണ്ടിലും കോമൺ ആയിട്ട് പോലെ 4 40 എത്ര ടൈംസ് പോവും? 10 ടൈംസ്. 4 12 3 ടൈംസ്. സോ എ എന്ന് പറയുന്നത് ലെങ്ത് എന്ന് പറയുന്നത് സൈഡിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് എത്ര കിട്ടും? 10/3. സോ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് നമുക്ക് എന്നാ കിട്ടും? 6 ഇൻറ്റു എ സ്ക്വയർ 10/3 ഇൻറ്റു 10/3. 3 ഇതിൽ 2 ടൈംസ് പോവും. സോ നമുക്ക് എത്ര കിട്ടും? 200/3 സെൻറ്റിമീറ്റർ സ്ക്വയർ. അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. സോ ഈ ക്വസ്റ്റ്യൻ എന്തായിരിക്കും? ക്യാൻസൽ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. ഓക്കെ, തെറ്റായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അല്ലെങ്കിൽ ഒരു പക്ഷേ എങ്ങനെ ആയിരിക്കും തന്നിട്ടാണ്? ഇപ്പോൾ പെരിമീറ്റർ ഓഫ് എ ക്യൂബ്, ഒരു ഫേസ്, അതായത് ക്യൂബ് ഓഫ് വൺ സൈഡ് എന്നുള്ള രീതിയിൽ തരാം. അതായത് ഒരു സൈഡിൻ്റെ അല്ലെങ്കിൽ ഒരു സൈഡ് സർഫേസിൻ്റെ പെരിമീറ്റർ തരാം. അങ്ങനെയാകുമ്പോൾ നമുക്ക് എങ്ങനെ എടുക്കാൻ പറ്റും? 4A എന്നുള്ള രീതിയിൽ എടുക്കാം. ഓക്കെ, അതായത് ഒരു സ്ക്വയർ സർഫേസിൻ്റെ പെരിമീറ്റർ തരാം. അങ്ങനെ വരുമ്പോൾ നമുക്ക് എങ്ങനെ എടുക്കാം? 4A എന്ന് പറയുന്നത് എത്രയായിട്ട് എടുക്കാം? 40 ആയിട്ട് എടുക്കാം. സോ 40 എത്ര? 10 ടൈംസ് പോവും. സോ ഇതിൻ്റെ ലെങ്ത് നമുക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എന്ത് വരും? 6A സ്ക്വയർ. സോ 6 ഇൻറ്റു 10 ഇൻറ്റു 10, 600 സെൻറ്റിമീറ്റർ സ്ക്വയർ. സോ ഈ രണ്ടും ആൻസർ ആയിട്ട് വരാം. എപ്പം ഇത് ആൻസർ ആയിട്ട് വരുന്നപ്പോഴാണ്? പെരിമീറ്റർ ഓഫ് എ ക്യൂബ് ഓഫ് വൺ സൈഡ്, വൺ സ്ക്വയർ സൈഡ്. ഓക്കെ, വൺ സ്ക്വയർ സൈഡ് അങ്ങനെ തന്നാൽ നമുക്ക് ഇങ്ങനെ എടുക്കാം. ഓക്കെ, ശരി. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആവറേജ് ഓഫ് 14, 11, 8, x, 19 ഈസ് 13. ഓക്കെ, ഇവിടെ ആവറേജ് ആണ് തന്നിരിക്കുന്നത്. നമുക്കറിയാം ആവറേജ് എന്ന് പറഞ്ഞാൽ എന്താ മോനെ? ടോട്ടൽ സം ഡിവൈഡ് ബൈ നമ്പർ ഓഫ് നമ്പേഴ്സ്. ഇസ്ന്റ് ഇറ്റ് സോ? അതായത് ഇവിടെ ടോട്ടൽ സം എന്ന് പറഞ്ഞാൽ എത്ര വരും? 14 + 11 + 8 + x + 19 ഡിവൈഡഡ് ബൈ എത്ര നമ്പേഴ്സ് ഉണ്ട്? 1, 2, 3, 4, 5. ഡിവൈഡ് ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് ഈ പറയുന്നത് 13 കിട്ടുന്നത്. പ്ലസ് എക്സ് പ്ലസ് 19 ഡിവൈഡഡ് ബൈ എത്രയാണ് ഇവിടെ വരുന്നത്? നമ്പേഴ്സ് 5 നമ്പേഴ്സാണ്. ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കപ്പോൾ എത്ര കിട്ടും? 13 കിട്ടും. ഇസ്ന്റ് ഇറ്റ് സോ? ഓക്കെ, ഇനി ഒരു സം എടുത്തേ. 14 + 11 എത്ര കിട്ടും? 25 കിട്ടും. 25 + 8 33. 33 + 19, 33 + 19 നമുക്ക് എത്ര കിട്ടും? 2, 1 ക്യാരി ചെയ്യും 5, 52. അതായത് മുകളിൽ എത്ര വരുന്നത്? 52 + x ഡിവൈഡ് ബൈ 5 = എത്രയാണ്? 13. സോ 52 + x = 13 × 5. 13 × 5 എത്രയാണ് മോനെ? 65. സോ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്ര കിട്ടും? 65 - 52 എത്രയാ? 13 വരും അല്ലേ? 13. സോ എക്സിൻ്റെ വാല്യൂ എനിക്ക് കിട്ടിയ ആൻസർ 13. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആവറേജ് സിമ്പിൾ ബേസിക്സ് എന്നുള്ള ചോദ്യമാണ്. സമ്മ് ഡിവൈഡ് ബൈ നമ്പർ. ഓക്കെ, എന്ത് കിട്ടും? ആവറേജ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഈസ് ദ ലാർജസ്റ്റ് എമംഗ് ദ ഫോളോയിങ്? ഓക്കെ, ഇതിലേതാണ് ലാർജസ്റ്റ് എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ സിമ്പിളാണ്. ഇത് ചെയ്യാൻ വേണ്ടിയിട്ടേ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പം ഓക്കെ ന്യൂമറേറ്ററിൽ നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ ഏതാണോ അതായിരിക്കും തന്നിരിക്കുന്നതിനേക്കാളും ഗ്രേറ്റർ. ഇപ്പോൾ നമുക്കിത് നോക്കാം. നോക്കിയേ, 3/4 5/8 അല്ലേ? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തേ. ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 3 × 8 നമുക്ക് ഇവിടെ എത്ര കിട്ടും? 24 കിട്ടും. 4 × 5 എത്ര കിട്ടും? 20 കിട്ടും. ഓക്കെ, സോ ഇതിലേതാ ഗ്രേറ്റർ? 24 ആണ് ഗ്രേറ്റർ. ഇസ്ന്റ് ഇറ്റ് സോ? സോ അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന വാല്യൂ ആണ് ഇതിനേക്കാളും എന്ത്? ഗ്രേറ്റർ. ഓക്കെ, സോ നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇയാളെ ഞാൻ ഒഴിവാക്കി. ഇനി ഇയാളെ വെച്ച് കമ്പയർ ചെയ്യുക. നോക്കിയടാ, 3 × 13 എത്ര കിട്ടും?
39 കിട്ടും, ഈ സൈഡ് 39 കിട്ടും. ഇവിടെ നോക്കിയേ 4 × 9 36. അപ്പോഴും എന്ത് തന്നെയാണ്, ഇയാളാ ഗ്രേറ്റർ, ഇയാളെ നോക്കണ്ട. ഓക്കെ, ഇനി അടുത്ത നോക്കിയേ 5/9. 3 × 9 നമുക്ക് എത്ര കിട്ടും? 27 കിട്ടും. ഓക്കെ, 27 കിട്ടും. 4 × 5 20. അപ്പോൾ ഇയാളാണ് വലുത്. വിച്ച് മീൻസ് ഇതിലെ ഗ്രേറ്റസ്റ്റ് ലാർജസ്റ്റ് എന്ന് പറയുന്ന ആരാണ്? 3/4. ഓക്കെ, ശരി, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, സി റൂട്ട് ഓഫ് 81 എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട്. എത്ര? 9 എന്ന് പറഞ്ഞ ഡയറക്റ്റ് അവർ തന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഡെസിമൽ പോയിന്റ്സ് വന്നിട്ടുണ്ട്. സോ എന്ത് ചെയ്യുക? അതിനെ ഒഴിവാക്കുക. ഇവിടെ നോക്കി 0.81 അല്ലേ? അപ്പോൾ 0.81 ആയ സ്ഥിതിക്ക് അതിനെന്ത് ചെയ്യുക? ഇവിടെ 1 2 10⁻² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. മുകളിൽ മാത്രം മൾട്ടിപ്ലൈ ചെയ്താൽ പോരാ, താഴെ മൾട്ടിപ്ലൈ ചെയ്യണം. ഇസിൻറ്റ് ഇറ്റ് സോ? അപ്പോൾ നമുക്കിവിടെ എന്നാ കിട്ടും? ഈ ഡെസിമൽ പോയിന്റ് പോയി കഴിഞ്ഞാൽ 81/100 എന്നുള്ള രീതിയിൽ ഇവിടെ കിട്ടും അല്ലേ? ഇനി ഇവിടെ നോക്കി, ഇവിടെ എങ്ങനെയായിരിക്കും കിട്ടുക? പ്ലസ് ഇല്ല, എത്ര ഡെസിമൽ പോയിന്റ് ഉണ്ടോ? 1 2 3 4. സോ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക? 10⁻4 കൊണ്ട് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യുക. സോ നമുക്കപ്പോൾ എന്നാ കിട്ടും നോക്കാം, നമുക്ക് ചെയ്ത് കാണിക്കാം. 0.81 × 10⁻4 ഡിവൈഡ് ബൈ എന്ത് ചെയ്യണം? 10⁻4. കാരണം എന്താ? മാറ്റം ഉണ്ടാവരുത്, അതുകൊണ്ടാണ് മുകളിലും താഴെ ഒരേപോലെ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. നോക്കിയേ, ഡെസിമൽ പോയിന്റ് പോയി കഴിഞ്ഞാൽ ഇവിടെ എന്ത് കിട്ടും? 81 ഡിവൈഡ് ബൈ 10⁻4 പ്ലസ് റൂട്ട് ഓഫ് 81 ഡിവൈഡ് ബൈ 10⁻4. അതായത് എത്ര കിട്ടും? 10,000 കിട്ടും. ഓക്കെ, നമുക്കറിയാം 81ൻ്റെ റൂട്ട് എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? 9 ആണ്. ഇനി 100ൻ്റെ റൂട്ടോ 10. സിമ്പിൾ. ഇനി ഇവിടെ നോക്കി, ഇവിടെ എത്ര കിട്ടും? 9. 10,000ൻ്റെ റൂട്ട് എടുക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 100 കിട്ടും. ഓക്കെ, സോ ഇത് സിംപ്ലിഫൈ ചെയ്യാൻ രണ്ടിൻ്റെ എന്താ ഡിനോമിനേറ്റർ സെയിം ആക്കാൻ വേണ്ടി എളുപ്പമാണ്. ഇവിടെയും 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഇവിടെയും 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്നാ കിട്ടും? ഇവിടെ 90 കിട്ടും, ഇവിടെ 100 കിട്ടും അല്ലേ? ഇസ്ന്റ് ഇറ്റ് സോ സിമ്പിൾ? സോ ആൻസർ എന്ന് പറയുന്നത് ഇത് ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 90 + 9 ഡിവൈഡഡ് ബൈ എന്താ? 100. കാരണം ഇതാ രണ്ടും ഡിനോമിനേറ്റർ സെയിം ആണ്. സോ ഇത് എന്നാ കിട്ടും നിങ്ങൾക്ക്? 99 ഡിവൈഡ് ബൈ 100. സോ ഇതെത്ര കിട്ടും? 0.99. ഒരു ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്. സോ ആൻസർ ഈസ് 0.99. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. റേഷ്യോ ആണ്. A:B എന്ന് പറയുന്നത് എത്രയാണ്? 2:3 തന്നിട്ടുണ്ട്. ഇനി അതുപോലെ B:C എന്ന് പറയുന്നത് എത്രയാണ് തന്നിരിക്കുന്നത്? 4:5. അങ്ങനെയാണെങ്കിൽ A:B:C ആണ് കാണേണ്ടത്. സിമ്പിളായിട്ടുള്ള കാൽക്കുലേഷൻ ആണിത്. ഇതെങ്ങനെ കിട്ടുക? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് A:B:C കിട്ടാൻ വേണ്ടിയിട്ട് ഇത്രേ ഉള്ളൂ. നിങ്ങൾ A:B ആദ്യം ചെയ്ത്, അതുപോലെ എന്ത് ചെയ്യുക? ഇവിടെ എവിടെയാണോ നിർത്തിയിരിക്കുന്നത് അയാളെ വെച്ച് ഇവിടെ തുടങ്ങുക. B:C എന്നുള്ള രീതിയിൽ എഴുതുക. അതുപോലെ എന്ത് ചെയ്യുക? 4:5 എന്ന് എഴുതുക. ഓക്കെ, ഇനി എന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം 2 × 4 ചെയ്യുക, പിന്നെ 4 × 3 ചെയ്യുക, പിന്നെ 3 × 5 ചെയ്യുക. ഓക്കെ, നോക്കിയേ, 2 × 4 നമുക്ക് എത്ര കിട്ടും? 8 കിട്ടും. 4 × 3 നമുക്ക് എത്ര കിട്ടും? 12 കിട്ടും. 3 × 5 നിങ്ങൾക്ക് എത്ര കിട്ടും? 15 കിട്ടും. ഇനി ഇതിൽ കോമൺ ആയിട്ട് വല്ലതും പോകുമോ? ഇല്ല. ഇസ്ന്റ് ഇറ്റ് സോ? 2 ഇവിടെയും പോകും, പക്ഷേ ഇതിൽ പോകത്തില്ല. 3 ഇവിടെയും പോകും, പക്ഷേ ഇതിൽ പോകത്തില്ല. കോമൺ ആയിട്ടൊന്നും നമുക്ക് പോകാനില്ല. സോ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്ന റേഷ്യോ എന്ന് പറയുന്നത് എത്ര കിട്ടും? 8:12:15. ഓക്കെ, ഞാൻ പറഞ്ഞു മനസ്സിലായോ? A:B, അതായത് A:B തന്നിട്ടുണ്ട്. ഇനി B:C ആണ് തന്നതെങ്കിൽ ഇത്രേ ഉള്ളൂ. അവരുടെ രണ്ടുപേരുടെ റേഷ്യോ എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യുക? ആദ്യം വെർട്ടിക്കലി, പിന്നെ ക്രോസ്, പിന്നെ വെർട്ടിക്കൽ. ഓക്കെ, ആദ്യം വെർട്ടിക്കൽ, പിന്നെ ക്രോസ്, പിന്നെ വെർട്ടിക്കൽ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 20% ഓഫ് എ നമ്പർ ഈസ് 140 എന്ന് തന്നിട്ടുണ്ട്. 60% ഓഫ് ദ നമ്പർ ആണ് ചോദിച്ചിരിക്കുന്നത്. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത്രേ ഉള്ളൂ. 20% ഓഫ് ദ നമ്പർ. ഓക്കെ, ആ നമ്പറാണ് നമുക്ക് എത്ര തന്നിരിക്കുന്നത്? 140 എന്നുള്ളത് തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 16% എത്രയാണ് എന്നുള്ളതല്ലേ ചോദ്യം? ഓക്കെ, 20% എത്രയാണെങ്കിൽ നോക്കിയിട മോനെ, 20% എത്രയാണെങ്കിൽ 1% എന്ന് പറയുന്നത് എത്രയായിരിക്കും? 140 ഡിവൈഡ് ബൈ 20 അല്ലേ? 140 ഡിവൈഡ് ബൈ 20. 0 0 പോയി 2 14 എത്ര വട്ടം പോകും? 7 കിട്ടും. സോ 1% എന്ന് പറയുന്നത് 7 ആണ്. സോ അങ്ങനെയാണെങ്കിൽ 16% എന്ന് പറയുന്നത് എത്രയായിരിക്കും? 7 × 16 അല്ലേ? സോ 17 × 16 എന്ന് പറയുന്നത് എത്ര കിട്ടും മോനെ? 1112 അല്ലേ?
ഓക്കെ 16 ഇൻറ്റു 7 ഓക്കെ 6 ഇൻറ്റു 7 എത്രയാണ് 42 4 ഇത് എത്ര കിട്ടും 7 പ്ലസ് 4 11 സോ 112 ഓക്കെ ക്ലിയർ. അടുത്ത ക്വസ്റ്റ്യൻ ഓക്കെ സി ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതായത് എ റേസ് ടു എം ഈക്വൽ ടു എ റേസ് ടു എൻ ആകണമെങ്കിൽ എമ്മിൻ്റെ വാല്യൂ എന്തായിരിക്കണം എന്നിനോട് തുല്യമായിരിക്കണം അല്ലേ. ഇവിടെ നോക്കി, ഇവിടെ 2 റേസ് ടു എ പ്ലസ് ബി എന്ന് തന്നിട്ടുണ്ട്. ഇവിടെ എല്ലാം തന്നിരിക്കുന്നത് 4 ഇൻറ്റു 8 ഇൻറ്റു 16 ആണ്. ഇവരെല്ലാവരും എന്ത് ചെയ്യുക, അവരുടെ ബേസ് എന്തിലേക്ക് കൺവേർട്ട് ചെയ്യുക, 2ലേക്ക് മാറ്റുക. കാരണം ഇതെല്ലാം 2ൻ്റെ മൾട്ടിപ്ലൈഡ് വാല്യൂസ് ആണ്. ഇസിൻ്റ് ഇറ്റ് സോ? നോക്കിയേ 2 റേസ് ടു എ പ്ലസ് ബി തന്നിരിക്കുന്നത് എന്താണ് 4 ഇൻറ്റു 8 ഇൻറ്റു 16. 4നെ നമുക്ക് എങ്ങനെ എഴുതാം 2 റേസ് ടു 2 എന്ന് എഴുതാം. 8നെ നിങ്ങൾക്ക് എങ്ങനെ എഴുതാം 2 റേസ് ടു ക്യൂബ് എന്ന് എഴുതാം. 16നെ നിങ്ങൾക്ക് എങ്ങനെ എഴുതാം 2 റേസ് ടു 4 എന്ന് എഴുതാം. എഴുതിക്കൂടെ? ഇനി ഇവിടെ നോക്കിയേ, നമ്മൾ നേരത്തെ കണ്ട സാധനം, അതായത് എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ ആണെങ്കിൽ എന്തായിരുന്നു എ റേസ് ടു എം പ്ലസ് എൻ എന്നല്ലേ. ബേസ് സെയിം ആണെങ്കിൽ പവേഴ്സ് എന്ത് ചെയ്യാൻ പറ്റും, ആഡ് ചെയ്യാൻ പറ്റും. നോക്കി 2 പ്ലസ് 3 5 പ്ലസ് 9 5 പ്ലസ് 4 9. സോ 2 റേസ് ടു എ പ്ലസ് ബി എന്ന് പറയുന്നത് എന്ത് കിട്ടും 2 റേസ് ടു 9 2 പ്ലസ് 3 പ്ലസ് 4 9. സോ അങ്ങനെയാണെങ്കിൽ എ പ്ലസ് ബി എന്ന് പറയുന്നത് എത്രയാണ് 9. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. സോ ഇതിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ 9ൻ്റെ സ്ക്വയർ എത്ര കിട്ടും 81. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്. ബൈ സെല്ലിംഗ് ആൻ ആർട്ടിക്കിൾ ഫോർ 360. ഓക്കെ, ഏതൊരു ആർട്ടിക്കിൾ 360 രൂപയ്ക്ക് വിൽക്കുവാണ്. അങ്ങനെയാണെങ്കിൽ രാമു by selling an article for rupees 360 Ramu gains rupees 20% gain. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കോസ്റ്റ് പ്രൈസ് എത്രയാണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സി കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് ഞാൻ 100% എടുക്കുവാണ്. ഓക്കെ, 20% ലാഭം കിട്ടി എന്ന് പറഞ്ഞാൽ ഗെയിൻ എന്ന് പറയുന്നത് 20% ആണല്ലോ. അപ്പോൾ വിറ്റത് എത്ര ശതമാനത്തിനായിരിക്കും 20% കൂടുതൽ. അത് എത്രയാണ് വരും 120% ഒന്നുമല്ലേ ആണല്ലോ. ആ 120% അല്ലേ 360 എന്ന് പറഞ്ഞത്. അതായത് ആളുടെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് എത്രയാണ് 120%. അതെത്രയാണ് തന്നിരിക്കുന്നത് മോനെ 360. അങ്ങനെയാണെങ്കിൽ കോസ്റ്റ് പ്രൈസ് എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് എത്രയാണ് 100%. ഇസ്ൻ്റ് ഇറ്റ് സോ? സോ 100% എന്ന് പറയുന്നത് എത്ര കിട്ടും 360 ഡിവൈഡഡ് ബൈ 120 ഇൻറ്റു എന്താ 100. മോനെ 0 വെട്ടി 12 36 എത്ര വട്ടം പോവും 3 വട്ടം പോവും. സോ 3 ഇൻറ്റു 100 300. സോ ആൻസർ എത്ര കിട്ടും 300. ക്ലിയർ ആയോ ഞാൻ പറഞ്ഞത്? ഇത്രേ ഉള്ളൂടാ. എൻ്റെ കോസ്റ്റ് പ്രൈസ് എന്തായിട്ട് എടുക്കുക 100% എടുക്കുക. എനിക്കിവിടെ എത്ര ഗെയിനാണ് കിട്ടിയിരിക്കുന്നത് 20%. അതായത് 100% സാധനം ഞാൻ വിറ്റത് 20% കൂടുതലായിട്ട്. അപ്പോൾ എത്രയാണ് 100 രൂപയുടെ സാധനമാണെന്ന് വിചാരിക്കാം. 20 രൂപ ലാഭം കിട്ടിയെന്ന് പറഞ്ഞാൽ എത്രയാണ് 120 രൂപയ്ക്കല്ലേ വിറ്റിട്ടുണ്ടാവുക. സിനിറ്റ്സോ അത് ഗെയിനിൽ പെർസെൻറ്റേജിൽ നിങ്ങൾ നോക്കുക അല്ലേ. 100 രൂപയുടെ സാധനം 120 രൂപയ്ക്ക് വിറ്റു. അതാണല്ലോ അവർ പറഞ്ഞിരിക്കുന്നത് 20% ഗെയിൻ കിട്ടിയെന്ന്. 100% ഈ 120%. ആ 120% ഉള്ളത് 360. അങ്ങനെയാണെങ്കിൽ 100% എന്ന് പറയുന്നത് എത്ര കിട്ടും 360 ഡിവൈഡ് ബൈ 120 ഇൻറ്റു എന്താ 100. ക്ലിയർ. അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കി മോനെ. Cow is related to calf in the same way kangaroo is related to. Okay, see cow is related to calf എന്ന് പറഞ്ഞാൽ പശു കുട്ടികളെ വിളിക്കുന്നതാണ് നമ്മളെന്താ കാഫ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ കങ്കാരു കുട്ടികളെ നമ്മൾ വിളിക്കുന്നത് ജോയ് എന്ന് പറയുന്നതാണ് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, ക്ലിയർ. ഇനി അതുപോലെ കിറ്റ്, നമ്മൾ ഈ പൂച്ചക്കുട്ടികളെയൊക്കെ വിളിക്കത്തില്ലേ കിറ്റൻ, അതിനെ ഷോർട്ടാക്കി വിളിക്കുന്നതാണ് കിറ്റ് എന്നുള്ള രീതിയിൽ. ഇനി കബ് എന്ന് പറയുന്നത് ഈ സിംഹം കരടി അവരുടെ കുട്ടികൾ വിളിക്കുന്നതാണ് നമ്മളെന്ത് കബ് എന്നുള്ള രീതിയിൽ. ഓക്കെ, ഇനി ഫോൺ എന്ന് പറയുന്നത് നമ്മൾ വിളിക്കുന്നത് ആക്ച്വലി ഈ മാൻകുട്ടികളെയാണ് നമ്മൾ എന്ത് പറയുന്നത്
ഫോൺ എന്നുള്ള രീതിയിൽ വിളിക്കുന്നത്. ഓക്കെ ഓക്കെ, ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ മിസ്സിംഗ് നമ്പർ ഇൻ ദ സീരീസ്. ഓക്കെ, മിസ്സിംഗ് നമ്പറാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? 5, 10, 17 സ്പേസ് 37, 50, 65. Isn't it so? ഓക്കെ, സോ ഞാൻ പറഞ്ഞു ഈ സീരീസ് വരുമ്പം നമ്മൾ എന്ത് ചെയ്യുക? ഇത് എന്താ സംഭവിച്ചിരിക്കുന്നത്? 5 കൂടി. ഓക്കെ, ഇനി 10 നിന്ന് 17 എങ്ങനെയാണ് പോയേ? 7 കൂടി. Isn't it so? ഇത് നമുക്കറിയില്ല, അവിടെ നിൽക്കട്ടെ. ഇനി ഇവിടെ നോക്കിയേ, 37 നിന്ന് 50 പോയപ്പം എത്ര കൂടി? 13 കൂടി. ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോയപ്പോൾ എത്ര കൂടി? 15 കൂടി. ഓക്കെ, ഇവിടെ നോക്കിയണം മോനെ, ഇവിടെ ഡിഫറൻസ് എത്ര വെച്ചിട്ടാണ് ഇത് വരുന്നത്? കൂടുന്നത് 2 വെച്ചിട്ടല്ലേ കൂടുന്നത്? 13 നിന്ന് 15 2 കൂടി. അപ്പം ഇത് എത്രയായിരിക്കും വരിക? 2 കൂടുതൽ വന്നാൽ 9 ആയിരിക്കും വരുന്നത്. വിച്ച് മീൻസ് 17 + 9 ആയിരിക്കും ഈ സംഖ്യ എന്ന് പറയുന്നത്. അത് എത്ര വരും? 26. ക്ലിയർ? സോ ആൻസർ വിൽ ബി 26. വൈ? ഓക്കെ, 17 നിന്ന് ഇങ്ങോട്ട് പോകണമെങ്കിൽ 9 കൂട്ടുക. 9 കൂട്ടുക എന്ന് പറഞ്ഞാൽ എത്ര വരും? 26 വരും. ക്ലിയർ? സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ. In a row, okay, a row of boys, Manu is 8th from the left and Siju is 9th from the right. Interchange their seats. Now Manu becomes 15 from the left. How many boys are there in the row? എന്നുള്ളതാണ് ചോദ്യം. സിമ്പിൾ ആണ്. ഇൻ എ റോ, റോയിൽ മനുവും സിജു ഇരിക്കുവാണ്. ഓക്കെ, മനു എന്ന് പറയുന്നത് എന്താണ്? 8th ഫ്രം ദ ലെഫ്റ്റ്. ഓക്കെ, 8th മനു. ഇനി സിജു ഇരിക്കുന്നത് എവിടെ നിന്നാണ്? 9th ഫ്രം ദ റൈറ്റ്. ഓക്കെ, ഇവിടുന്ന് 9th ആണ് എന്ത്? സിജു ഇരിക്കുന്നത്. ഓക്കെ, ഓക്കെ, ഈ ഒരു പൊസിഷനിലാണ് മനു, ഈ ഒരു പൊസിഷനിലാണ് സിജു ഇരിക്കുന്നത്. ഓക്കെ, ഇനി എന്താ പറയുന്നത്? അവർ ഇൻ്റർചേഞ്ച് ചെയ്തു എന്നാണ് പറയുന്നത്. വിച്ച് മീൻസ് മനു ഇപ്പോൾ എവിടെ ഇരിക്കുന്നത്? 9th ഫ്രം ദ റൈറ്റ്. സിജു ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത് 8th ഫ്രം ദ ലെഫ്റ്റ്. ഓക്കെ, ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇനി അവർ പറഞ്ഞിരിക്കുന്നത് എന്താ? നൗ മനു ബിക്കംസ് 15th ഫ്രം ദ ലെഫ്റ്റ്. ഓക്കെ, മനു ഇപ്പോൾ എന്താണ്? 15th ഫ്രം ദ ലെഫ്റ്റ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നൗ ഓക്കെ, ഹൗ മെനി ബോയ്സ് ആർ ദർ ഇൻ ദ റോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. നോക്കിയിടം മോനെ, നിങ്ങൾ ഈ ഒരു പൊസിഷൻ നോക്കുക. ഓക്കെ, റീസൺ ഞാൻ പറഞ്ഞുതരാം. നോക്കിയേ, ഈ പൊസിഷനിലിരിക്കുന്ന ആൾ എന്ന് പറയുന്നത് എന്താണ്? 9th ഫ്രം ദ ലെഫ്റ്റ് ആണ്, 9th ഫ്രം ദ റൈറ്റ് ആണ്. അതുപോലെ എന്താ? 15th ഫ്രം ദ ലെഫ്റ്റ് ആണ്. ഇസ്ന്റ് ഇറ്റ് സോ? ഓക്കെ, അതായത് ഒരു റോയിൻ്റെ എൻഡിൽ നിന്ന്, ലെഫ്റ്റിൽ നിന്ന് ഞാൻ എണ്ണിയപ്പം അയാളെന്ന് പറയുന്നത് 15ാമത്തേതാണ്. ഇനി റൈറ്റിൽ നിന്ന്, ആ റോയിൻ്റെ റൈറ്റിൽ നിന്ന് ഞാൻ എണ്ണിയപ്പം എത്രാമത്തെയാണ്? 9th ആണ്. സോ അവിടെ എത്ര ആൾക്കാരുണ്ട് മോനെ? സിമ്പിൾ, ഇവിടെ സം എടുക്കാം. 15 + 9. ഓക്കെ, നമുക്ക് എത്ര കിട്ടും? 24. സോ 24 - 1 നമുക്ക് എത്ര കിട്ടും? 23. സോ അവിടെ എത്ര പേരുണ്ട്? 23 ആൾക്കാർ. ഇതെങ്ങനെ, എന്തുകൊണ്ടാണ് ഞാൻ ഒന്ന് കുറയ്ക്കുന്നത്? ഇവിടെ നോക്കിയേ, ഞാൻ ഇവിടെ നിന്ന് ആൾക്കാരെ എണ്ണി പോയി. ഇവിടം വരെ എത്രയുണ്ട്? 15 ആൾക്കാരുണ്ട് അല്ലേ? ഇനി അവിടെ നിന്ന് ഞാൻ എണ്ണി വരിക. ഇവിടം വരെ എണ്ണിയപ്പം ഇയാളെയും കൂടി എണ്ണിയപ്പോൾ എത്രയായി? 9 ആയി. ഇവിടെ നോക്കി, ഇവിടെ നിന്ന് ഞാൻ എണ്ണിയപ്പോഴും ഈ ഇരിക്കുന്ന ആളെ ഞാൻ ഒരു വട്ടം എണ്ണി, അവിടെ നിന്ന് എണ്ണിയപ്പോഴും ഞാൻ ഒരു വട്ടം കൂടി എണ്ണി. വിച്ച് മീൻസ് 2 വട്ടം ഞാൻ എണ്ണി അല്ലേ, കൗണ്ട് ചെയ്തപ്പം. ആ ഒരു വട്ടം കൗണ്ട് ചെയ്താൽ പോരെ? ആ ഒരു കൗണ്ടാണ് ഞാനിവിടെ കുറയ്ക്കുന്നത്. ക്ലിയർ? സോ അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 23 എന്ന് പറയുന്നത് കിട്ടുന്നത്. ക്ലിയർ? സോ ആൻസർ വിൽ ബി 23. സിമ്പിളാണ്, ഇത്രയേ ഉള്ളൂ. ആദ്യം പറഞ്ഞിരിക്കുന്ന മനു എന്ന് പറയുന്നത് 8th ഫ്രം ദ ലെഫ്റ്റ് ആണ്. ഇനി സിജു എന്ന് പറയുന്നത് 9th ഫ്രം ദ റൈറ്റ് ആണ്. എന്നിട്ട് പറയുവാണ് അവർ പൊസിഷൻ എന്ത് ചെയ്തു? ഇൻ്റർചേഞ്ച് ചെയ്തു എന്ന് പറയുന്നു. അത് കഴിഞ്ഞിട്ട് പറയുന്ന കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. മനുവിനെ കുറിച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? മനു എന്ന് പറയുന്നത് ഈ പൊസിഷനിലിരിക്കുന്ന ആളാണ്. അയാളെന്ന് പറയുന്നത് 15th ഫ്രം ദ ലെഫ്റ്റ് ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. നമുക്കറിയാം അയാളുടെ പൊസിഷൻ റൈറ്റിൽ നിന്നും അറിയാം 9th ആണെന്നുള്ളത്. ആ രണ്ടും കൂടി ആഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഒരു റോയിലിരിക്കുന്ന എല്ലാവരും ഞാൻ കൗണ്ട് ചെയ്തു. പക്ഷേ ഈ ഒരു ഇരിക്കുന്ന ആളെ ഞാൻ 2 വട്ടം കൗണ്ട് ചെയ്തു. അത് ഒരു വട്ടം കൗണ്ട് ചെയ്താൽ മതി. അതുകൊണ്ടാണ് ഞാൻ ഒന്ന് കുറയ്ക്കുന്നത്. സോ ദർ വിൽ ബി 23 പീപ്പിൾസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, ഇവിടെ നോക്കിയേ, ഗേറ്റ് കോഡ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? ഗേറ്റ് ഈസ് കോഡഡ് ആസ് അറ്റാക്ക്. ഓക്കെ, ETAG. അങ്ങനെയാണെങ്കിൽ സ്ലേറ്റിൻ്റെ കോഡ് എന്താണ് എന്നുള്ളതാണ് ചോദ്യം.
ഓക്കെ, സിമ്പിളായിട്ടൊന്ന് ഒബ്സർവ് ചെയ്തേ, എന്താ നിങ്ങൾക്ക് കിട്ടുന്നത് ഇതിൽ നിന്ന്? ഇവിടെ നോക്കിയടാ, GATE. ഓക്കെ, സപ്പോസ് അതായത് ആ പറയുന്ന എല്ലാ ലെറ്റേഴ്സും ഇതിൽ വന്നിട്ടുണ്ടല്ലേ? ഓക്കെ, ആ പറയുന്ന എല്ലാ ലെറ്റേഴ്സും ഇതിൽ വന്നിട്ടുണ്ട്. ഓക്കെ, സപ്പോസ് ഇതിന് നമ്പർ ചെയ്യുവാണ് 1 2 3 4 എന്ന് പറഞ്ഞ് നമ്പർ ചെയ്യുവാണെങ്കിൽ നോക്കി, 1 G ഇവിടെ, 2 ഇവിടെ, 3 ഇവിടെ, 4 ഇവിടെ. റിവേഴ്സ് ഓർഡറിലാണ് എഴുതിയിരിക്കുന്നത്. ഇസ്ന്റ് ഇറ്റ് സോ? സോ അങ്ങനെയാണെങ്കിലും ഇയാളെ ഞാൻ റിവേഴ്സ് ഓർഡർ ചെയ്ത് നോക്കിയാൽ 1 2 3 4 5. റിവേഴ്സ് ഓർഡർ എഴുതുമ്പോൾ എങ്ങനെ വരും? 5 4 3 2 1. അതായത് ETALS. ഇസ്ന്റ് ഇറ്റ് സോ? ഫസ്റ്റത്തെ ഓപ്ഷൻ തന്നെ വരും. ക്ലിയർ ആയിട്ട്? ക്ലിയർ ആയോ? ഇത് കോഡിങ്ങിൽ നിന്നുള്ള ചോദ്യമല്ല, കോഡിങ്ങിലെ ചോദ്യമാണ്, പക്ഷെ നമ്മുടെ ഇംഗ്ലീഷിൽ ആൽഫബറ്റ്സ് യൂസ് ചെയ്തിട്ടില്ല, അതിൻ്റെ നമ്പർ സീരീസ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, ഇത് ഡയറക്ഷനിലെ ക്വസ്റ്റ്യൻ ആണ്, സിമ്പിൾ ആണ്. ഓക്കെ, അർജുൻ വാക്സ് 2 kilometers northwards and then he turns right and moves 3 kilometers. He again turns right and goes 2 kilometers and turns his left and starts walking straight. In which direction he is walking now? Okay, നമുക്കറിയാം ഇതാണ് നോർത്ത്, ഇതാണ് സൗത്ത്, ഇതാണ് വെസ്റ്റ്, ഇതാണ് ഈസ്റ്റ്. ഇസ്ന്റ് ഇറ്റ് സോ? ഓക്കെ, ഇനി ഇവർ പറയുന്ന പോലെ നമുക്ക് യാത്ര ചെയ്യാം, അപ്പോൾ നമുക്ക് ഉത്തരം കിട്ടും. ഓക്കെ, അർജുൻ വാക്സ് 2 kilometers northwards. സപ്പോസ് അർജുൻ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, നോർത്തിലേക്ക് എത്ര പോയി? 2 kilometers പോയി. എന്നിട്ട് എന്ത് ചെയ്തു? ദെൻ ഹി ടേൺസ് റൈറ്റ്. സി, നമ്മളിപ്പോൾ നോക്കിയിരിക്കുന്ന നോർത്തിലേക്ക് നോക്കുമ്പോൾ ഇത് ലെഫ്റ്റ് ആണ്, അത് റൈറ്റ് ആണ്. അങ്ങോട്ട് എന്ത് ചെയ്തു? ടേൺ ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? 3 kilometers ഓക്കെ, ആൻഡ് ടേൺസ് റൈറ്റ് ആൻഡ് മൂവ്സ് എന്താ? 3 kilometers. ഓക്കെ, സോ ലെഫ്റ്റ് ഇതാണ്, റൈറ്റ് അതാണ്. അപ്പോൾ അങ്ങോട്ട് എന്ത് ചെയ്തു? 3 kilometers നീങ്ങി. ആൻഡ് ഗോസ് 2 ആൻഡ് ടേൺ, ഈ അഗെയിൻ ടേൺസ് റൈറ്റ്. വീണ്ടും എന്ത് ചെയ്യുന്നു? റൈറ്റിലേക്ക് തിരിയുന്നു. നോക്കിയടാ, ഇപ്പം നോക്കുന്നത് എങ്ങോട്ടാ? ഈസ്റ്റിലേക്കാണ് നോക്കുന്നത്. ആ സമയത്ത് റൈറ്റ് ലെഫ്റ്റ് എന്ന് പറയുന്നത് അങ്ങോട്ടാണ്, റൈറ്റ് എന്ന് പറയുന്നത് ഇങ്ങോട്ടാണ്. ഓക്കെ, ഇങ്ങോട്ട് ടേൺ ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? 2 kilometers നടന്നു. ഓക്കെ, ഇവിടം വരെയാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങോട്ട് വന്ന് ഇപ്പം ഇങ്ങേരെന്താ? സൗത്തിലേക്ക് നോക്കിയിരിക്കുവാണ്, 2 kilometers ഡയറക്ഷനിൽ വന്നു. ആൻഡ് ടേൺസ് ലെഫ്റ്റ്. ഓക്കെ, ടേൺസ് ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ എങ്ങോട്ടാണ്? ഇപ്പം സൗത്തിലേക്കാണ് നോക്കുന്നത്. സൗത്തിലേക്ക് നോക്കുമ്പം ലെഫ്റ്റ് എന്ന് പറയുന്നത് എങ്ങോട്ടാണ്? ഈസ്റ്റിലേക്കാണ്. ഇസ്ന്റ് ഇറ്റ് സോ? ഓക്കെ, അങ്ങോട്ട് നോക്കി ആളെന്ത് ചെയ്യുന്നു? നടക്കുവാണ് എന്നുള്ളത് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇൻ വിച്ച് ഡയറക്ഷൻ ഈസ് വാക്കിംഗ് നോ? സിമ്പിൾ ആണ്. എങ്ങോട്ടാ? ഈസ്റ്റിലേക്കാണ്. സോ ആൻസർ വിൽ ബി ഈസ്റ്റ്. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? രാജ് ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക് ഇൻ 5 hours. ഓക്കെ, ഹരി ആൻഡ് ശിവ ക്യാൻ ഡു എ വർക്ക് ഇൻ 3 hours. Raj and Shiva can do it in 4 hours. How long will it take Hari? How long will Hari take to do it? Okay, simple. ഹരി അങ്ങനെയാണെങ്കിൽ ഒറ്റയ്ക്ക് ഈ വർക്ക് എത്ര ദിവസം കൊണ്ട് ചെയ്യും എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നോക്കി, രാജ് ഈ വർക്ക് എത്ര ദിവസം കൊണ്ട് ചെയ്യും? 5 മണിക്കൂർ കൊണ്ട് ചെയ്യും. ഓക്കെ, ഇനി ഹരി ആൻഡ് ശിവ. ഓക്കെ, ഹരിയും ശിവയും കൂടിയിട്ട് ഈ വർക്ക് എത്ര ദിവസം കൊണ്ട് ചെയ്യും? 3 hours ചെയ്യും. ആൻഡ് രാജ് ആൻഡ് ശിവ ഈ വർക്ക് എത്രയാണ്? 4 മണിക്കൂർ കൊണ്ട് ചെയ്യും. ഓക്കെ, ക്ലിയർ ആയോ? സോ എൻ്റെ ടോട്ടൽ വർക്ക് എത്രയായിട്ട് എടുക്കുക? എൻ്റെ LCM ആയിട്ട് എടുക്കുക. LCM എന്ന് പറയുന്നത് എത്ര കിട്ടും? 5 3 4. LCM എത്ര കിട്ടും മോനെ? 15 60 കിട്ടും. സോ കാരണം എന്താ? കോമൺ ആയിട്ടൊന്നുമില്ല. ഇവരുടെ എന്താ? എല്ലാവരുടെ മൾട്ടിപ്ലൈഡ് വാല്യൂ ആണ് നമുക്ക് കിട്ടുന്ന ടോട്ടൽ വർക്ക്. സോ ഇറ്റ് വിൽ ബി 5 × 3 15, 15 × 4 60. എൻ്റെ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് എത്രയായിട്ട് എടുത്തു? 60. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നോക്കിയേ, രാജു ഒരു ദിവസം എത്ര വർക്ക് ചെയ്യും? 1 മണിക്കൂറിൽ എത്ര വർക്ക് ചെയ്യും? ഇത് അവേഴ്സ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. ഇതും അവേഴ്സ്. ഓക്കെ, ഇതും അവേഴ്സ്. ഓക്കെ, രാജു അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം എത്ര വർക്ക് ചെയ്യും?
ഒരു മണിക്കൂറിൽ ആൾ എത്ര വർക്ക് ചെയ്യും? 12 വർക്ക് ചെയ്യും. ഹരിയും ശിവയും കൂടിയിട്ടാണെങ്കിലോ 60/3, അതായത് ഒരു മണിക്കൂറിൽ ആൾ എത്ര വർക്ക് ചെയ്യും? 20 വർക്ക് ചെയ്യും. ഇവിടെയോ 60/4 15. ഓക്കെ, 15 വർക്ക് ചെയ്യും. ഓക്കെ, സിമ്പിൾ. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്ന ആരെ കുറിച്ചിട്ടാ? ഹരീനെ കുറിച്ചിട്ടാണ് അല്ലേ? ഓക്കെ, ശരി, സിമ്പിൾ. ഓക്കെ, നമുക്കറിയാം, നോക്കിയിട്ട് മുന്നേ രാജ് ഒരു മണിക്കൂറിൽ 12 വർക്ക് ചെയ്യും അല്ലേ? രാജ് ഒരു മണിക്കൂറിൽ 12 വർക്ക് ചെയ്യുമെങ്കിൽ നമുക്കറിയാം രാജ് ശിവയും കൂടിയിട്ടാണ് 15 വർക്ക് ചെയ്യുന്നത് ഒരു മണിക്കൂറിൽ. അപ്പോൾ രാജ് 12 വർക്ക് ചെയ്യുമെങ്കിൽ ശിവ എത്ര വർക്ക് ചെയ്യും? 3 വർക്ക് ചെയ്യും അല്ലേ? ശിവ ഒരു മണിക്കൂറിൽ എത്ര ചെയ്യും? 3 വർക്ക് ചെയ്യും. ഓക്കെ, ശിവ 3 വർക്ക് ചെയ്യുമെങ്കിൽ നമുക്കറിയാം ഹരിയും ശിവയും കൂടിയിട്ട് 20 വർക്ക് ചെയ്യും. അതിൽ ശിവ 3 വർക്കാണ് ചെയ്യുന്നതെങ്കിൽ ഹരി എത്രയായിരിക്കും ചെയ്യുന്നത്? ബാക്കി വരുന്ന 17 വർക്ക്. ഓക്കെ, നമുക്കറിയാം ഹരി ഒരു മണിക്കൂറിൽ 17 വർക്ക് ചെയ്യും. ഇസ്ന്റ് ഇറ്റ് സോ? അങ്ങനെയാണെങ്കിൽ ഈ ടോട്ടൽ വർക്ക് ചെയ്യാൻ ആളെടുക്കുന്ന സമയം എന്ന് പറയുന്നത് എത്രയായിരിക്കും? 60/17. നമുക്ക് എത്ര കിട്ടും? 17 60ൽ എത്ര ടൈംസ് പോവും? 3 ടൈംസ് പോവും അല്ലേ? ഓക്കെ, 51 എന്ന് പറഞ്ഞ് കിട്ടും. സോ 3 9/17. ഓക്കെ, ഡേയ്സ് ആയിരിക്കും, അവേഴ്സ് ആയിരിക്കും എനിക്ക് എടുക്കുന്നത്. സോ ഇങ്ങനൊരു ഓപ്ഷൻ നമുക്കില്ല, കാരണം എല്ലാം എന്താണ്? പെർഫെക്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇസ്ന്റ് ഇറ്റ് സോ? ക്ലിയർ? ഓക്കെ, ക്ലിയർ ആയോ ഞാൻ പറഞ്ഞ കാര്യം? ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. How many words can be formed from independence? Okay, without changing the order of letters and using each letter only once. Okay, ഇവർ കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്, ലെറ്റേഴ്സിൻ്റെ ഓർഡർ നിങ്ങൾ മാറ്റരുത്. രണ്ടാമത്തെ കണ്ടീഷൻ അവർ പറഞ്ഞിരിക്കുന്നത് എന്താ? ഒരു ലെറ്റർ ഒരു വട്ടം യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ രണ്ട് കണ്ടീഷൻ ഫോളോ ചെയ്യണം. ഇൻഡിപെൻഡൻസിൽ നിന്ന് നമുക്ക് എത്ര വേർഡ്സ് ഉണ്ടാക്കാൻ പറ്റുമോ നമുക്ക് നോക്കാം. ശരി, ഇൻഡിപെൻഡൻസ്. ഓക്കെ, നോക്കിയേ, ഒന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തേ. ഇവിടെ നോക്കിയിടാ, ഇന്നെന്ന് പറയുന്നൊരു വാക്ക് കിട്ടുന്നുണ്ടോ? ഇൻ കിട്ടുന്നുണ്ട് അല്ലേ? ശരി, പിന്നെ നിങ്ങൾക്ക് എന്താ കിട്ടുന്നത്? ഡിപ്പെൻഡ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുമോ? DEPENT എടുക്കാൻ പറ്റുമോ? ഇല്ല, ഈ 2 വട്ടം യൂസ് ചെയ്തിട്ടുണ്ട്. ഇസ്ന്റ് ഇറ്റ് സോ? എടുക്കാൻ പറ്റത്തില്ല. പോയാൽ നോക്കി. ഓക്കെ, പെന്ന് എന്ന് പറയുന്നൊരു വാക്ക് യൂസ് ചെയ്യാലോ. സോ ഒന്നാമത്തെ വേർഡ് ഇന്ന്, രണ്ടാമത്തെ വേർഡ് പെന്ന്. ഇനി നോക്കി, മൂന്നാമത്തെ വേർഡ് എൻഡ്. ഓക്കെ, ഇനി നോക്കിയേ, പെൻഡിങ്ങിൻ്റെ പെൻഡ് എടുത്തുകൂടെ നിങ്ങൾക്ക്? നാലാമത്തെ വേർഡ്. ഇസ്ന്റ് ഇറ്റ് സോ? പെൻഡ്. ഇനി നോക്കിയേ, ഡെന്ന്. 5 ഇനി വല്ല വേർഡ്സും ഉണ്ടോ? സോ ഏതൊക്കെയാണ് വേർഡ് വരുന്നത്? ഇന്ന്, പെന്ന്, ഡെന്ന്, എൻഡ്, പെൻഡ്. ഓക്കെ, സോ ആൻസർ വിൽ ബി 5. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, ഇത് ബ്ലഡ് റിലേഷനിലെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, പോയിന്റിങ് ടു എ ഫോട്ടോഗ്രാഫ്, പോയിന്റിങ് ടു എ വുമൺ, എ മാൻ സെയ്ഡ്. ഇവിടെ ആരാ പറയുന്നത്? കഥാപാത്രം ആരാ? മാൻ ആണ് പറയുന്നത് അല്ലേ? ആളാണ് പറയുന്നത്, ആണാണ് പറയുന്നത്. ഓക്കെ, ഹെർ ഫാദർ ഈസ് ദ ഓൺലി സൺ ഓഫ് മൈ ഫാദർ. ഓക്കെ, അവിടെ ഇങ്ങനെ പോയിന്റിങ് ടു എ ഫോട്ടോഗ്രാഫ് വരുമ്പം ഏറ്റവും നല്ലത് മൈ എവിടെയാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ വെച്ച് തുടങ്ങുക എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ നോക്കിയേ, പോയിന്റിങ് ടു എ വുമൺ, എ മാൻ സൈഡ്. ഓക്കെ, മാൻ ആണ് പറയുന്നത്. ഓക്കെ, പോസിറ്റീവായിട്ടുള്ള ആളാണ്. മൈ ഫാദർ, എവിടെയാണോ മൈ വരുന്നത് മൈ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. മൈ ഫാദർ, ഇയാളുടെ ഫാദർ എന്ന് പറയുന്നത് എന്താ? ഇയാളുടെ ഫാദർ തന്നെയാണ്. ഇസ്ന്റ് ഇറ്റ് സോ? ഫാദർ അതെന്താ? മെയിലാണ്, അതുകൊണ്ടാണ് ഞാൻ +N ചൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത് ഫസ്റ്റ് ജനറേഷൻ. ഇത് ഓക്കെ, ഇതൊരു ജനറേഷൻ ആണെങ്കിൽ ഇതെന്താ? അടുത്ത ജനറേഷനിൽ വരുന്നതാണ്. ഓക്കെ, ഇനി അടുത്തത് നോക്കിയേ, ഈസ് ദ ഓൺലി സൺ.
ഒള്ളി സൺ എന്ന് പറഞ്ഞാൽ എന്താ? സൺ എന്ന് പറഞ്ഞാൽ എന്ത് ക്യാരക്ടറാണ്? മെയിലാണ്. സോ ഈ ഫാദറിൻ്റെ ഒള്ളി സൺ എന്ന് പറയുന്ന ആരെക്കുറിച്ചാണ്? അയാളെ കുറിച്ചിട്ട് തന്നെയല്ലേ പറയുന്നത്? മൈസെൽഫ്, അയാളെ കുറിച്ചിട്ട് തന്നെയാണ് ഈ പറയുന്നത്. ഓക്കെ, സോ ഒള്ളി സൺ. ഇവിടെ നോക്കിയാൽ ഇവിടെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഓക്കെ, ഇനി നോക്കിയേ, ഹെർ ഫാദർ. ഓക്കെ ഓക്കെ, അതായത് ആ വുമണിൻ്റെ ഫാദറാണ് ഇങ്ങേരെന്ന്. ഓക്കെ, ഹെർ ഫാദർ, ആ വുമണിൻ്റെ, അതായത് പോയിന്റ് ചെയ്യുന്ന ആ വുമണിൻ്റെ ഫാദറാണ് എന്ത്? ഈ പറയുന്ന ഇങ്ങേര്. ഓക്കെ, പോയിന്റിങ്, അതായത് ഈ വുമണിൻ്റെ ഫാദറാണ് ഇങ്ങേര്. ഇസ്ന്റ് ഇറ്റ് സോ? ഹൗ ഈസ് മാൻ റിലേറ്റഡ് ടു വുമൺ? ഈ മാൻ ഇയാളുടെ ആരായിട്ട് വരും? ഫാദർ. ഓക്കെ, സോ ആൻസർ വിൽ ബി വാട്ട്? ഫാദർ. ക്ലിയർ? സിമ്പിൾ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ആവറേജ് ഓഫ് 7 കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ഈസ് 26. ഫൈൻഡ് ദ ലാർജസ്റ്റ് എമംഗ് ദീസ് എന്നുള്ളതാണ് ചോദ്യം അല്ലേ? ഓക്കെ, സോ കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? അടുത്തടുത്ത സംഖ്യകൾ. സപ്പോസ് ഒരു നമ്പർ എക്സ് ആണെങ്കിൽ അടുത്ത് എന്ത് വരും? എക്സ് പ്ലസ് 1 വരും. അങ്ങനെ 7 എണ്ണം. 7 എന്ന് പറയുമ്പോൾ എത്ര എണ്ണം വരും? അടുത്ത സംഖ്യ എന്ന് പറയുന്നത് മൂന്നാമത്തെ എക്സ് പ്ലസ് 2, നാലാമത്തെ എക്സ് പ്ലസ് 3, അഞ്ചാമത്തെ എക്സ് പ്ലസ് 4, ആറാമത്തെ എക്സ് പ്ലസ് 5, ഏഴാമത്തെ എന്താ? എക്സ് പ്ലസ് 6. അങ്ങനെ എന്താണ്? 7 സംഖ്യകൾ. അവരുടെ ആവറേജ് ആണ് നമുക്ക് തന്നിരിക്കുന്നത് എന്ത്? 26 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ലാർജസ്റ്റ് വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ലാർജസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? എക്സ് പ്ലസ് 6 ആണ്. സോ സിമ്പിൾ. ഇവിടെ ആവറേജ് എന്ന് പറയുന്നത് എന്താണ് മോനെ? സമ്മ്. ഓക്കെ, സമ്മ് ഡിവൈഡഡ് ബൈ വാട്ട്സ് ആർ നമ്പർ. ഇവിടെ 7 നമ്പേഴ്സ് ആണ്. സോ 7. ഇതാണ് നമുക്ക് എത്ര തരുന്നത്? 26 എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ സമ്മ് എടുത്തേ. ഇവിടെ എക്സ് എത്ര എണ്ണം ഉണ്ടാവും? 7 എണ്ണം ഉണ്ടാവും. കാരണം 7 നമ്പേഴ്സ് ഉണ്ടായിരുന്നു. 7ലും എന്താ? എക്സ് ഉണ്ട്. സോ ഇവിടെ നമുക്ക് 1 2 3 4 5 6 7. സോ ഇറ്റ് വിൽ ബി 7x പ്ലസ് നമ്പേഴ്സ് നോക്കി. 1 + 2 3, 3 + 3 6, 6 + 4 10, 10 + 5 15, 15 + 6 21. ഡിവൈഡഡ് ബൈ എന്ത് വരും? 7 = ആണ് 26. നോക്കി മോനെ, ഇതിൽ എക്സ് കോമൺ അല്ലേ? അല്ലേ? പുറത്തെടുത്ത് കഴിയുമ്പോൾ എന്ത് കിട്ടും? എക്സ് പ്ലസ് 3 ഡിവൈഡ് ബൈ 7 = എന്താ? 26. 7 7 ക്യാൻസൽ ആവും. സോ എക്സ് പ്ലസ് 3 ആണ് എന്ത്? 26. സോ എക്സ് = എന്ത് കിട്ടും മോനെ? 26 - 3, it will be 23. ഓക്കെ, സോ സ്റ്റാർട്ടിംഗ് നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്? 23. ലാർജസ്റ്റ് എന്ന് പറയുന്നത് എന്താ? അവസാനത്തെ അല്ലേ? അത് എത്ര വരും? 23 + 6 എത്ര വരും? 29. സോ ആൻസർ വിൽ ബി 29. ക്ലിയർ? സിമ്പിൾ. അടുത്ത ക്വസ്റ്റ്യൻ. രേഖ ഈസ് ടോളർ ദാൻ ആശ. ഓക്കെ, രേഖ എന്ന് പറയുന്നത് ടോളർ ദാൻ ആശയാണ്. ദീപ ഈസ് ടോൾ ആസ് പ്രീതി, അതായത് രണ്ടുപേരുടെയും ഉയരം ഒരേപോലെയാണ്. സുപ്രിയ ഈസ് ഷോർട്ടർ ദാൻ വീണ. ഓക്കെ, അതിൻ്റെ അർത്ഥം എന്താ? വീണയാണ് സുപ്രിയനേക്കാളും വലുത് എന്നാണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. സീത ഈസ് ടോളർ ദാൻ ആശ. ഓക്കെ, വീണ ഈസ് ഷോർട്ടർ ദാൻ ദീപ. ഹു ഈസ് ദ ഷോർട്ടസ്റ്റ്? ഓക്കെ, നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. നോക്കി, രേഖ ടോളർ ദാൻ ആശ എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. ഇനി ദീപ ഈസ് ടോൾ ആസ് പ്രീതി, അതായത് ദീപയും പ്രീതിയും ഒരേ ഹൈറ്റ് ആണ് എന്നാണ്. ദീപ = എന്താണ്? പ്രീതി. സുപ്രിയ ഈസ് ഷോർട്ടർ ദാൻ വീണ. സുപ്രിയ വീണേനേക്കാളും എന്താ? ഷോർട്ടർ ആണെന്ന് പറഞ്ഞാൽ എന്താ? വീണ ഈസ് എന്താ? ടോളർ ദാൻ സുപ്രിയ. സീത ഈസ് ടോളർ ദാൻ ആശ. സോ സീത ടോളർ ദാൻ ആശ. വീണ ഈസ് ഷോർട്ടർ ദാൻ ദീപ, വിച്ച് മീൻസ് ദീപ ടോളർ ദാൻ വാട്ട്? വീണ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഷോർട്ടസ്റ്റ് ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, കണക്ട് ചെയ്യാൻ പറ്റുമോ നോക്കി. നോക്കിയേ, ദീപയും പ്രീതിയും ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരുവാണെങ്കിൽ നോക്കി, ദീപ എന്ന് പറയുന്ന വീണേനേക്കാളും വലുതായ സ്ഥിതിക്ക് പിന്നെ നമുക്കറിയാം പ്രീതി എന്ന് പറയുന്ന ദീപയും തുല്യമാണ്. ഓക്കെ, ഇത് ഞാൻ എടുത്തു. ഓക്കെ, രേഖ ആശേനേക്കാളും വലുതാണ്, അതുപോലെ സീതയും ആശേനേക്കാളും വലുതാണ്. ഓക്കെ, പക്ഷേ ഈ വീണ, ഓക്കെ, ഇവരെ രണ്ടുപേരും ഞാൻ കമ്പൈൻ ചെയ്യാമെന്ന് വിചാരിക്കുക. ഓക്കെ, സീത എന്ന് പറയുന്നത്, ഓക്കെ, ആശ എന്ന് പറയുന്നത് ആരാണ്? ആശ എന്ന് പറയുന്നത്
ഈ സീതേനെ രേഖേനേക്കാളും എന്താണ് ചെറുതാണ്. ഇസ്ന്റ് ഇറ്റ് സോ? ഓക്കെ, അവരെയും നമ്മൾ കമ്പയർ ചെയ്തു. പക്ഷേ അവരെ ഈ പറയുന്ന സംഭവം ഇതുമായിട്ട് നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റുമോ? ഇല്ല. വീണയും സുപ്രീം ഇവരുമായിട്ട് ജോയിൻ ചെയ്യാൻ പറ്റുമോ? അതും പറ്റത്തില്ല. വിച്ച് മീൻസ് ക്വസ്റ്റ്യൻ എന്താണ്? ഡാറ്റ എന്താണ്? ഇൻഅഡീക്വേറ്റ് ആണ്. ഓക്കെ, സോ ഇതിനുള്ള മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ഇതിൽ നിന്ന് ആരാണ് വലുത് ആരാണ് ചെറുത് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇസ്ന്റ് ഇറ്റ് സോ? ഓക്കെ, സോ ഈ ക്വസ്റ്റ്യൻ എന്താണ് മോനെ? തെറ്റായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ നമ്മൾ വേറൊരു ക്വസ്റ്റ്യൻ കണ്ടായിരുന്നു. ഈ ഒരു ക്വസ്റ്റ്യൻ ഇത് കറക്റ്റ് ആയിട്ടുള്ളതായിരുന്നു. ഓക്കെ, ഇത് ഫാദർ ആണെന്ന് കിട്ടി. ഇൻഡിപെൻഡൻസ് 5. ഈ ക്വസ്റ്റ്യൻ തെറ്റായിരുന്നു. ഓക്കെ, സോ 2 ക്വസ്റ്റ്യൻ തെറ്റി. അതുപോലെ നമുക്ക് വേറൊരു ക്വസ്റ്റ്യനും കൂടി തെറ്റായിട്ട് വന്നായിരുന്നു. ഇല്ല, നമുക്ക് ആ കൂടി അപ്പം 2 ക്വസ്റ്റ്യനാണ് തെറ്റായിട്ടുള്ളത്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ തെറ്റാണ്. ഇതും ഓപ്ഷനായ ഉത്തരവില്ല. ഓക്കെ, സോ ഈ 2 മാർക്കും നമുക്ക് എന്താ ഫ്രീ ആയിട്ട് കിട്ടും. ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡിസ്കസ് ചെയ്യാനുള്ള മാത്സിൻ്റെ ക്വസ്റ്റ്യൻ. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. ഡൗട്ടിന് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, വീഡിയോ ഇഷ്ടമായാലും എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സോ സുഹൃത്തുക്കളോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. സോ ഓൾ ദി വെരി ബെസ്റ്റ് വിഷസ്. താങ്ക് യു വെരി മച്ച്.